പുതിയൊരു ആഴ്ചഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച ഓരോ രാശിക്കാർക്കും എങ്ങനെ ആയിരിക്കും എന്നത് പരിശോധിക്കാം. പൊതുവെ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടപ്പിലാകും. നൂതന ഗൃഹവാഹനാദി സ്വത്തുക്കൾ ലഭ്യമാകുന്നതാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കൈവരും. ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും പൊതുരംഗത്തുള്ളവർക്ക് ആദരവും ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനപ്രാപ്തി കൈവരുന്നതായിരിക്കും. ആഴ്ചയിലെ ഗുണദോഷഫലങ്ങൾ ഓരോ കൂറുകാരുടെയും അനുസരിച്ച് പരിശോധിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, അതുപോലെ തന്നെ കാർത്തിക ആദ്യകാൽഭാഗം അവിചാരിതമായ ചില നേട്ടങ്ങൾ കൈവരും. ജീവിതത്തിൽ അടിസ്ഥാനപരമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും ഭാഗ്യം അനുകൂലമായി വരുന്നതാണ്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങും. ഗൃഹവാഹനാദികൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങൾ അധികവും സാധിക്കുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമായി വരുന്നതിനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കുന്നതാണ്. സ്വന്തം പ്രയത്നത്താൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കും. ഗൃഹവാഹനാദി സമ്പത്തുകൾ കൈവശം വന്നു ചേരും. ഏത് കാര്യത്തിലും വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങുക. ബന്ധുഗുണവും സുഹൃത്ത് സഹായവും പലപ്പോഴും ആശ്വാസകരമായി തോന്നും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥത നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും. മനോബലത്തിലും പ്രാർത്ഥനയുടെ ഏകാഗ്രതയിലും ലക്ഷ്യം വെക്കുക. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര, അതുപോലെ തന്നെ പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ കാര്യ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും. യാത്രാക്ലേശവും മനോമാന്ദ്യവും ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിലും തടസ്സങ്ങൾ വന്നു ചേരാം. സ്വന്തം പ്രയത്നത്താൽ പല വിഷമതകളും തരണം ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പല വിഷമങ്ങളും ഉണ്ടാകുന്നതാണ്. അടുത്ത കർക്കിടക കൂറിൽപ്പെട്ട പുണർദം അവസാന കാൽഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. ധനപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ ചില വഴികളിലൂടെ ധനം ലഭിക്കും. പലർക്കും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാവരോടും മികച്ച രീതിയിൽ ഇടപെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മന്ദീഭവിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം അനുകൂലമല്ല. ഏത് കാര്യവും ചിന്തിച്ച് മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. പൊതുവെ സമയം പ്രതികൂലമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങളും ദൗർബല്യങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ഇച്ഛാഭംഗവും അതുപോലെ തന്നെ മനോമാന്ദ്യവും അനുഭവത്തിൽ വരും. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നുഭവിക്കും. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. പ്രവർത്തന രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഏത് കാര്യത്തിലും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വ്യാപാര രംഗത്തുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവർ അതീവ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. ഏതു കാര്യത്തിലും വളരെയധികം ചിന്തിച്ചു വേണം ചെയ്യുവാൻ. വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പരാജയങ്ങൾ നേരിടേണ്ടതായി വരും. അടുത്തതായി തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി, അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭാഗികമായി നടപ്പിലാകും. സ്വന്തം പ്രയത്നത്താൽ വിഷമങ്ങൾ തരണം ചെയ്യുന്നതിന് സാധിക്കും. ഏത് കാര്യവും അപ്രതീക്ഷിതമായി വിപരീത ഭാവത്തിൽ വന്നു ചേരും. കുടുംബപരമായി എന്നിരുന്നാലും സ്വസ്ഥത അനുഭവപ്പെടും. സന്തതികളെ കൊണ്ട് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഏറെക്കാലമായി ചിന്തിച്ച ചില കാര്യങ്ങൾ നടക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം, അതുപോലെ തന്നെ തൃക്കേട്ട. ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും. ഏത് കാര്യത്തിലും ഭാഗ്യം അനുകൂലമാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങും. പല മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകും. വിശേഷ വസ്ത്രാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ധനപരമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ആഴ്ച തന്നെയാണ്.
അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം. സ്വാത്വിക സ്വഭാവവിശേഷം കൈവരിക്കും. മനസ്സിൽ ശാന്തി, സന്തോഷം എന്നിവ നിലനിൽക്കും. തീർത്ഥാടനങ്ങൾ നടത്തുവാൻ സാധിക്കും. ആതുര സേവന സംഘങ്ങളിൽ പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം അത്ര കണ്ട് അനുകൂലമല്ല. ഏകാഗ്രത കൈവിടുന്നത് നിമിത്തം പരാജയങ്ങൾ സംഭവിച്ചേക്കാം. കർഷകരും വ്യാപാര രംഗത്തുള്ളവരും ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ പല പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നതായിരിക്കും. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. അവിചാരിതമായ ആപത്തുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടവും രോഗവിഷമതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. ഏത് കാര്യത്തിലും തികഞ്ഞ ജാഗ്രത പുലർത്തുക. സാമ്പത്തിക വിനിമയം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. കടബാധ്യതകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടങ്ങൾ ഉള്ളവർ അത് വർദ്ധിക്കാതിരിക്കുവാൻ വളരെയധികം കരുതൽ എടുക്കേണ്ടതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിലും ഭാഗ്യം അനുകൂലമായി ഉണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ കർമ്മങ്ങൾ നടക്കുകയും അതിന് നേതൃത്വം വഹിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുവഴിയുണ്ടാകുന്ന ഐശ്വര്യം ഗൃഹത്തിൽ സമ്പത്തുക്കൾ വർദ്ധിപ്പിക്കും. ഏതു വിധത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. സർവൈശ്വര്യലബ്ധിയും ദോഷനിവാരണവും സാധ്യമാകുന്നതാണ്. അവസാനമായി മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി അതുപോലെ തന്നെ രേവതി. പൊതുവെ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടപ്പിലാകും. കർമ്മമേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. നൂതന ഗൃഹവാഹനാദി സ്വത്തുക്കൾ ലഭ്യമാകുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കൈവരുന്നതായിരിക്കും. ഉദ്യോഗങ്ങളിൽ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. പൊതുരംഗത്ത് ഉള്ളവർക്ക് ആദരവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനപ്രാപ്തി കൈവരുന്നതായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക സ്ഥിതിയിലും കാര്യമായ മാറ്റം വന്നു ചേരുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ ഫലം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പങ്ക്തിയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.